ലോവർ മെസപ്പൊട്ടോമിയയിലെ പുരാതന കൽദായ നഗരവും പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ജന്മദേശമായി ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുകയും ചെയ്യുന്ന ഊർ നഗരത്തിലെ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഇറാഖിലെത്തുന്ന തീർത്ഥാടകരെ ആകർഷിക്കാനായി പണി കഴിപ്പിക്കുന്ന ദേവാലയത്തിൻ്റെ നിർമ്മാണ പണികൾ ഈ മാസം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗതമായി ഇറാഖിൽ പ്രചാരത്തിൽ ഇരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ഗോപുരത്തിൽ ദേവാലയമണി ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. 2021 മാർച്ച് മാസം ഇറാഖിൽ സന്ദർശനം നടത്തിയപ്പോൾ ഊർ നഗരത്തിൽ മതാന്തര പ്രാർത്ഥനയ്ക്ക് ഫ്രാൻസിസ് പാപ്പ നേതൃത്വം നൽകിയിരുന്നു. ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമായിരുന്നു ഇറാഖ്. അമേരിക്കൻ അധിനിവേശവും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആവിർഭാവവും ക്രൈസ്തവരെ കൂട്ടപ്പലായനത്തിലേക്ക് നയിച്ചു. 3 വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് പാപ്പ ദിക്കർ പ്രവിശ്യയിലേക്കും ഊർ പൗരാണിക നഗരത്തിലേക്കും നടത്തിയ സന്ദർശനങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ളതായിരുന്നുവെന്ന് പ്രവിശ്യയിലെ പുരാവസ്തു വിഭാഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഷാമിൽ അൽ റുമൈത്ത് പറഞ്ഞു. ഊർ നഗരത്തിലെ പുരാവസ്തു കേന്ദ്രങ്ങളുടെ സമീപത്തായിട്ടാണ് പുതിയ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും അതിനാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനേകം ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇവിടം സന്ദർശിക്കാൻ പ്രേരണയാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2021 ജൂലൈ 10 ഇറാഖിലെ കൽദായ പാത്രിയാർക്കീസ് കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോയും ഇറാഖി പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖദീമിയും പങ്കെടുത്ത കൂടിക്കാഴ്ചയിൽ ദേവാലയ നിർമ്മാണ പദ്ധതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. അന്ന് മുഖ്യ എഞ്ചിനീയറായ അദോർ ഫതോഹി പുതിയ ദേവാലയത്തിന്റെ രൂപകൽപ്പന സഭയ്ക്കും ഭരണകൂടത്തിനും ഔദ്യോഗികമായി കൈമാറിയിരുന്നു. തന്റെ സ്വപ്ന പദ്ധതിയായ ഈ ദേവാലയ നിർമ്മാണത്തിനുള്ള വ്യക്തിപരമായ സംഭാവന എന്ന നിലയിലാണ് കൽദായ എഞ്ചിനീയർ ഫതൗഹി രൂപകൽപ്പന കൈമാറിയത്. 2003 നടന്ന അമേരിക്കൻ അധിനിവേശത്തിനും ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണങ്ങൾക്കും ശേഷം 2 പതിറ്റാണ്ട് കൊണ്ട് ഇറാഖിലെ ക്രൈസ്തവ ജനസംഖ്യ 15 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷമായി ചുരുങ്ങിയിരുന്നു. 2000 തുടക്കത്തിൽ അൽ ഖ്വയ്ദ തീവ്രവാദ സംഘടനയിൽ നിന്നും പിന്നീട് 2014 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയിൽ നിന്നും കടുത്ത പീഡനങ്ങളാണ് രാജ്യത്തെ ക്രൈസ്തവരും മറ്റ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും നേരിട്ടത്. തീവ്രവാദ സംഘടനകളുടെ പതനത്തിന് ശേഷവും തൊഴിലില്ലായ്മയും മറ്റ് സായുധ സംഘടനകളുടെ സാന്നിധ്യവും മൂലം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ ക്രൈസ്തവർ ഇപ്പോഴും പ്രതിസന്ധി നേരിടുകയാണ്.